രണ്ട് എക്സാമ്പിൾ ഫോർ പോളി സാക്കറൈഡ്സ് ആണ്. ഒന്ന് സെല്ലുലോസ്. സെല്ലുലോസ് എവിടെ കാണാൻ പറ്റുക? സെല്ലുലോസ് പ്ലാന്റ് പൾപ്പില്. അതേപോലെ കോട്ടൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അപ്പൊ കോട്ടൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് കോട്ടൺ. അതേപോലെ നിങ്ങളുടെ പേപ്പർ, ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ സെല്ലുലോസും സ്റ്റാർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെല്ലുലോസ് എന്ന് പറയുന്നത് ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ആൻഡ് നിങ്ങളുടെ ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നതും സെയിം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഗ്ലൂക്കോസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? രണ്ടും ഗ്ലൂക്കോസാന്ന് പറയുന്നു, പക്ഷെ ഗ്ലൂക്കോസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. എന്താണ്? ഒന്ന് ആൽഫ ഗ്ലൂക്കോസിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ്, ഒന്ന് ബീറ്റ ഗ്ലൂക്കോസിന്റെ ആണ്. അതൊന്നുമില്ല. ഈ ഒരു ഫസ്റ്റ് കാർബണിലുള്ള HOHും തല തിരിഞ്ഞിരിക്കുന്നതാണ് ആൽഫയും ബീറ്റയും തമ്മിലുള്ള വ്യത്യാസം. അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള പോളിസാക്കറൈഡ്. പക്ഷെ സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താ അതിന്റെ പർപ്പസ്? സ്റ്റാർച്ച് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്റ്റോറേജ് ആണ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയോ? ഉരുളക്കിഴങ്ങ് അല്ലേ? ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? അതിൽ നല്ല സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുമോ? ഇതിൽ മധുരം ഉണ്ടോ? ഇല്ല. പക്ഷെ ഇതിൽ എന്താ ഉള്ളത്? സ്റ്റാർച്ച് ആണല്ലോ. ഇത് നിങ്ങൾ കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഷുഗർ കൂടുമോ? ഇതെന്താ? ഗ്ലൂക്കോസ് അടുക്കി വെച്ച് സ്റ്റോർഡ് ഫോമിലുള്ള ഗ്ലൂക്കോസ് ആണ് എന്ത്? സ്റ്റാർച്ച്. അപ്പൊ ഇത് നിങ്ങൾ കഴിച്ചാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്താൽ എന്തായിട്ടാ മാറുക? ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുക. ഓക്കെ. ഇനി ഇവര് തമ്മിലുള്ള അടുത്ത ഫണ്ടമെന്റൽ ഡിഫറൻസ്, ആദ്യത്തെ ഡിഫറൻസ് ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒന്ന് സ്ട്രക്ചറൽ ആയിട്ടുള്ള പോളിസാക്കറൈഡ് ആണ്. രണ്ട് സ്റ്റോറേജ് ഫോമിലാണ് ഉള്ളത്. ഇനി സ്റ്റോർ ഹൗസ് ഓഫ് എനർജി ഇൻ പ്ലാന്റ്സ് ആണ്. ഇനി ഇവർ തമ്മിലുള്ള അടുത്ത വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല് സ്റ്റാർച്ച്, സ്റ്റോറേജ് ഫോമിലുള്ള സ്റ്റാർച്ച് ഇൻ ദെയർ സെക്കൻഡറി സ്ട്രക്ചർ. സ്റ്റാർച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ത് സ്ട്രക്ചർ ആണ്? ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഈ സ്റ്റാർച്ചിലേക്ക് ഞാൻ അയഡിൻ ഒഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോ. സ്റ്റാർച്ചിന്റെ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അതിലേക്ക് ഞാൻ അയഡിൻ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെലിക്സിന്റെ അകത്ത് അയഡിൻ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യപ്പെടും. മനസ്സിലായോ? എടാ, ഞാൻ അയഡിൻ ഒഴിച്ചു കൊടുത്തു, അതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഈ ഇപ്പൊ നമ്മൾ ഇതിനെ എന്താ വിളിക്കുക? സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സ് എന്നാ വിളിക്കുക. ഈ സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ അല്ല, ബ്ലൂ ബ്ലാക്ക് കളറാണ് ഉണ്ടായിരിക്കുക. അയഡിന്റെ നേച്ചുറൽ ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ഡീപ്പ് ബ്രൗൺ കളറാണ് ഉണ്ടാവുക. നാച്ചുറൽ ആയിട്ടുള്ള അയഡിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ ആയിരിക്കും. അപ്പൊ സ്റ്റാർച്ചിലേക്ക് നമ്മൾ അയഡിൻ ഒഴിച്ചാൽ എന്ത് കളർ ഉണ്ടാവുക? ഒരു ബ്ലാക്ക് ബ്ലൂ കളറാണ്. ഈ ഒരു ഭയങ്കര ഡാർക്ക് ബ്ലൂ കളറാണ് വരിക. നേരെ മറിച്ച് നമ്മള് ഒരു സെല്ലുലോസും സംഗതിയൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും സെല്ലുലോസിലേക്ക് നമ്മൾ അയഡിൻ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു കളറും ഉണ്ടായിരിക്കില്ല. കാര്യം എന്താ? സെല്ലുലോസിന് സെക്കൻഡറി സ്ട്രക്ചറിൽ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ അല്ല. മനസ്സിലായോ? ഹെലിക്കൽ സ്ട്രക്ചർ അല്ല. ഈ ഹെലിക്കൽ സ്ട്രക്ചറിന്റെ അകത്തേക്ക് അയഡിൻ പോയി ഇരിക്കുമ്പോഴാണ് അയഡിൻ സ്റ്റാർച്ച് കോംപ്ലക്സിന്റെ കളറാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. സെല്ലുലോസിലേക്ക് അയഡിൻ ഒഴിച്ചാൽ ഒരിക്കലും ബ്ലൂ കളറ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളൊന്ന് ഒഴിച്ചു നോക്കുക അല്ലേ? അപ്പം അയഡിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറ് എന്താണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അയഡിന്റെ കളർ ഒരു മിനിറ്റ്.
ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് ബേസിക്കലി ഐഡിൻ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ പിടിക്കുന്ന സാധനമാണ്. ഏത് കെമിക്കൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഗ്ലൗസ് എപ്പോഴും ഉപയോഗിക്കും. ഇതാണ് സാധാരണ അയഡിൻ്റെ കളർ എന്ന് പറയുന്നത്. ഒരു എന്ത് കളറാണ് അത്? ഒരു റെഡോ ബ്രൗണോ, ഒരു റെഡിഷ് ബ്രൗൺ കളറൊക്കെയാണ്. ഓക്കെ, ഇനി ഞാനൊരു ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസ് എടുത്തു. ഉരുളക്കിഴങ്ങ് എന്താ സ്റ്റോറേജ് ഫോം? ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജ് ഫോം എന്ന് പറഞ്ഞത് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിന്റെ ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് അയഡിൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കളർ ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടാവുക നമുക്ക് നോക്കാം. മാജിക് പോലെ അത്ര വലിയ കളർ ചേഞ്ച് ഒന്നും നിങ്ങൾ കാണൂല. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ബ്ലാക്ക് ബ്ലൂ ഫോർമേഷൻ. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാനുള്ളത്? സെല്ലുലോസ് അയഡിൻ ഇട്ട് കൊടുത്താൽ കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്ന്. അതിൽ നമ്മൾ കുറച്ച് കോട്ടൺ എടുത്തു. കളർ ചേഞ്ച് വരുത്തരുതേന്ന് വിചാരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. കളർ ചേഞ്ച് വരുമോ? എന്തെങ്കിലും കളർ ചേഞ്ച് വന്നോ? ഞാൻ ഓരോരുത്തരുടെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇതിൽ അയഡിൻ സൊല്യൂഷന്റെ കളർ തന്നെയാണ് ഉണ്ടാവുക. അയഡിൻ സൊല്യൂഷൻ ജസ്റ്റ് ആ കോട്ടൺ അബ്സോർബ് ചെയ്ത കളറാണ് ഉണ്ടായിരിക്കുക. മനസ്സിലായോ? കുറച്ചും കൂടെ ഡീപ്പ് ബ്രൗൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഒരു ബ്ലാക്ക് ബ്ലൂ ടെക്സ്ചർ ഒരിക്കലും ഈയോടെ ഫോർമേഷൻ കാണില്ല.